നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു മത്തൻ കേട്ടോ. അപ്പോൾ ഇന്നലെയോ മിഞ്ഞാന്നൊക്കെ പോളിനേഷൻ ആവേണ്ടതായിരുന്നു. ഇതിങ്ങനെ ഇവിടുന്ന് വീണിരിക്കുകയാണ്. കാരണം പോളിനേഷൻ സക്സസ് ആവാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ വീണ് പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ നമുക്ക് മത്തൻ്റെ പൂവിൽ പോളിനേഷൻ ചെയ്യാമെന്നുള്ളതാണ്. ഇത് കണ്ടില്ലേ, ഇന്നലെ വിരിഞ്ഞ പൂവാട്ടോ, ഫീമെയിൽ ഫ്ലവറാണിത്. അപ്പോൾ ഇതിനെ ഇവിടെ ഉണ്ട് വരുന്നു. ഇനി നമുക്ക് ഇന്ന് വിരിഞ്ഞ പൂക്കൾ കാണാം. കണ്ടില്ലേ, ഇത് ഇന്ന് വിരിഞ്ഞതാണ്. ഇപ്പം നമ്മുടെ ഇവിടെയുള്ള ഈ ഫീമെയിൽ ഫ്ലവർ ഉണ്ടല്ലോ, ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു മെയിൽ ഫ്ലവർ ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ പോളിനേഷൻ നടക്കാം, എന്നാലും നമുക്ക് ചെയ്തു കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഫീമെയിൽ ഫ്ലവറിൻ്റെ അടുത്തും ഒരു മെയിൽ ഫ്ലവർ ഉണ്ട് കേട്ടോ. ഈ ഫീമെയിൽ ഫ്ലവർ എന്ന് വെച്ചാൽ ഇതുപോലെ പൂവുണ്ടായിരിക്കും, ഇതുപോലെ കായ അടിയിലുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ വിരിഞ്ഞൊരു പൂവുണ്ടായിരിക്കും. ഇത് കണ്ടില്ലേ. പിന്നെ മെയിൽ ഫ്ലവർ, ഇതാണ് മെയിൽ ഫ്ലവർ. ഈ മെയിൽ ഫ്ലവറിൻ്റെ അടിഭാഗത്ത് കണ്ടില്ലേ, ഇവിടെ കായ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലവറായിട്ട് മെയിൽ ഫ്ലവർ. ഈ ഫീമെയിൽ ഫ്ലവർ ഉണ്ടാകാത്ത ദിവസങ്ങളിൽ മെയിൽ ഫ്ലവറൊക്കെ എടുത്തിട്ട്, അതുപോലെ തന്നെ മത്തൻ്റെ ഇലകളൊക്കെ എടുത്തിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഇത് കണ്ടില്ലേ, ഇതൊരു ഫീമെയിൽ ഫ്ലവറാണ്. ഇതിപ്പോൾ ഇന്ന് വിരിഞ്ഞാണ്. ഇതൊരു മെയിൽ ഫ്ലവറാണ്. ഇതാണ് വേറെ ഒരു ഫീമെയിൽ ഫ്ലവർ. ഇത് കണ്ടില്ലേ, നിറയെ ഉറുമ്പുകൾ ഉണ്ട് കേട്ടോ. ഈ ഉറുമ്പുകളും നമുക്ക് പോളിനേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ മത്തൻ പൂവ് പോളിനേറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഈ മെയിൽ ഫ്ലവറിൻ്റെ പൂമ്പൊടി നമ്മൾ ഫീമെയിൽ ഫ്ലവറിൽ കൊണ്ടുപോയി ഇടുകയാണ് വേണ്ടത്. അതാണ് ഈ പോളിനേഷൻ എന്ന് പറയുന്നത്. പോളിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെയിൽ ഫ്ലവർ ആദ്യം നമുക്ക് പെറ്റൽസൊക്കെ എടുക്കാം. ഈ പെറ്റൽസ് എടുത്ത് ഇനി ഫ്ലവർ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ഫീമെയിൽ ഫ്ലവറിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ പൂമ്പൊടി വീഴ്ത്താണ് വേണ്ടത്. പൂമ്പൊടി വീണിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് 2 ദിവസത്തിന് ശേഷം നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ, നമ്മുടെ ഈ പോളിനേഷൻ സക്സസ് ആയില്ലെന്ന്. ഏകദേശം ഒരു 90%, മോർ ദാൻ 90% ഇങ്ങനെ ഹാൻഡ് പോളിനേഷൻ ചെയ്യുന്നത് സക്സസ് ആയിരിക്കും. ഇങ്ങനെ ഹാൻഡ് പോളിനേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വിത്തുകൾ ഉണ്ടായിരിക്കും കേട്ടോ. ഹാൻഡ് പോളിനേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ പൂമ്പൊടി നമ്മുടെ പൂവിൽ വീഴും. അപ്പോൾ കൂടുതൽ വിത്തുകൾ ഉണ്ടാവും. അപ്പോൾ ഈ കൂടുതൽ വിത്തുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കായും വലുതായി വരും. ഹാൻഡ് പോളിനേറ്റ് ചെയ്യുമ്പോൾ വലിയ കായ കിട്ടും. ഫ്രണ്ട്സ്, 3 ദിവസത്തിന് ശേഷം നമ്മൾ പോളിനേറ്റ് ചെയ്ത നമ്മുടെ മത്തൻ എന്തായി നോക്കാം. 3 ദിവസം ആയിട്ടുള്ളൂ. ഇതാ നമ്മൾ പോളിനേറ്റ് ചെയ്ത മത്തൻ ഇത്രയും വലുതായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വളരാനുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ വലുതാവും. പിന്നെ ഇവിടെ തന്നെ നമ്മൾ ഒരെണ്ണം കൂടെ പോളിനേറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ കാണിക്കാം. അത് വലുതായിട്ടുണ്ട്. ഇത് നമ്മൾ 2 എണ്ണം പോളിനേറ്റ് ചെയ്തിട്ടുണ്ട് വേറെയും. ഇനി നമ്മൾ ഇവിടെ ഒരെണ്ണം ചെയ്തില്ലേ, അതിതാ ഇത്രയായി. ഇതൊക്കെ നമ്മൾ കവറിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കായ്ച്ച കൊത്തുള്ളൂ. കായ്ച്ച കൊത്തിയാൽ പിന്നെ വലുതാവില്ല കേട്ടോ. നമ്മൾ ഒരെണ്ണം കൂടെ പോളിനേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സ്റ്റാറ്റസ് കൂടെ നോക്കാം. ഇവിടെയാണ് അടുത്തത് പോളിനേറ്റ് ചെയ്തത്. ഇതാ ഇത് താഴ്ന്നു പോയിരിക്കട്ടെ. ഇത് സക്സസ് ആയിട്ടില്ല കേട്ടോ, ഒരെണ്ണം സക്സസ് ആയിട്ടില്ല. നമ്മൾ 4 എണ്ണം സക്സസ് ആയി. ഇത് ചിലപ്പോൾ ആയി വരും, ഇത് അത്ര അങ്ങ് വലുതായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ സക്സസ് ആവാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നല്ല അടിപൊളി റെസിപ്പികളും ബ്ലോഗ്സും വീഡിയോസും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.